മെട്രോമാറ്റിനിലേക്ക് സ്വാഗതം. ചെന്നൈയിലേക്ക് തിരിക്കുന്നതിനായി വിമാനത്താവളത്തിലെത്തിയ സമയം ധ്യാനിനെ തേടിയെത്തിയത് അച്ഛന്റെ വിയോഗ വാർത്തയാണ്. ഉടൻ തന്നെ യാത്ര റദ്ദു ചെയ്ത് ആശുപത്രിയിലേക്ക് തിരിച്ച് ഒടുവിൽ അച്ഛന്റെ ചേതനയേറ്റ മൃതദേഹം കണ്ട സങ്കടം താങ്ങാനാകാതെ പൊട്ടിക്കരയുന്ന ധ്യാനിനെ ആശ്വസിപ്പിക്കുവാൻ അമ്മ വിമലയടക്കം ഏറെ പാടുപെട്ടു. സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോടായിരുന്നു ധ്യാൻ. അന്ത്യസമയത്ത് അടുത്തില്ലാതിരുന്ന താരം 11:30യോടെയാണ് കണ്ടനാട്ടെ വീട്ടിലേക്കെത്തിയത്. ധ്യാനെ കണ്ടത് വിഷമം നിയന്ത്രിക്കാനാകാതെ അമ്മ വിമലയും പൊട്ടിക്കരഞ്ഞു. ശേഷം ചേർത്ത് പിടിച്ച് വിങ്ങിക്കരയുന്ന ധ്യാൻ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും നൊമ്പര കാഴ്ചയായി. ധ്യാൻ ഷൂട്ടിങ്ങിലായതിനാൽ ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോയത് ശ്രീനിവാസിനൊപ്പം ഭാര്യ വിമലയും ഡ്രൈവറുമാണ്. പോകുന്ന വഴി ആരോഗ്യം മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സ്ഥിരീകരിച്ചു. ധ്യാനിന്റെ 37ാം ജന്മദിനത്തിലാണ് അച്ഛൻ വിട പറയുന്നതെന്നതും ഏറെ വേദനാജനകമാണ്. ശ്രീനിവാസന്റെ വിയോഗ വാർത്ത പുറത്തുവരുമ്പോൾ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു മകൻ വിനീത് ശ്രീനിവാസൻ. മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികൾക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയായിരുന്നു അദ്ദേഹം. വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു ശ്രീനിവാസന്റെ വിയോഗം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 69 വയസ്സാണ്. ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെയാണ് നടക്കുക. കണ്ടനാട്ടുള്ള വീട്ടുവളപ്പിൽ നാളെ രാവിലെ 10 മണിയോടെയായിരിക്കും സംസ്കാരമെന്ന് സംവിധായകൻ രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആദരാഞ്ജലി അർപ്പിക്കുവാനെത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദനും അറിയിച്ചിരുന്നു. അച്ഛന്റെ വിടവാങ്ങൽ ധ്യാനിനെ തകർത്തു കളഞ്ഞു. അത്രയും വലിയൊരു ഹൃദയബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നത്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കൊച്ചിയിലെ വീട്ടിലായിരുന്നു ധ്യാനും ഭാര്യയും കുഞ്ഞും താമസിച്ചിരുന്നത്. പൊതുവേദികളിൽ പോലും പരസ്പരം കൗണ്ടർ അടിക്കുകയും അത് ഇരുവരും ആസ്വദിക്കുകയും ചെയ്തിരുന്നുവെന്നതാണ് ഈ അച്ഛനെയും മകനെയും വേറിട്ടതാക്കുന്നത്. പറയാനുള്ളത് മുഖം നോക്കാതെ തുറന്നു പറയുന്നയാളാണ് ശ്രീനിവാസൻ. അതേ സ്വഭാവം ധ്യാനിനും കിട്ടിയിട്ടുണ്ട്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ആർക്കെതിരെയാണെങ്കിലും വിളിച്ചു പറയാനുള്ള ധൈര്യം ശ്രീനിവാസിനെ പോലെ തന്നെ ധ്യാനിനുമുണ്ട്. മോഹൻലാലിനെ ശ്രീനിവാസൻ മുൻപ് വിമർശിച്ചിരുന്നു. ഇതിനെതിരെ ധ്യാൻ രംഗത്തെത്തി. ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർക്ക് അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലെന്നായിരുന്നു ധ്യാൻ എന്ന് പറഞ്ഞത്. പിന്നീട് മോഹൻലാലിനോട് ശ്രീനിവാസൻ മാപ്പ് പറഞ്ഞതായും ധ്യാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ധ്യാൻ തന്നെ ട്രോളുന്നത് ചെറുചിരിയോടെയാണ് ശ്രീനിവാസൻ കേൾക്കുക. തിരിച്ചും അതുപോലെ തന്നെ. ഇന്റർവ്യൂ സ്റ്റാർ എന്നാണ് ധ്യാൻ അറിയപ്പെടുന്നത്. എന്നാൽ അച്ഛനെയോ അമ്മയെയോ കുറിച്ച് പറയാത്ത അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ വളരെ ചുരുക്കമാണ്. കുടുംബത്തിലെ തമാശകളും മറ്റുമായിരിക്കും ധ്യാൻ പറയുന്നത്. ധ്യാൻ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയിലും ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസന്റെ പാത തുടർന്ന് 2 മക്കളും സിനിമയിലെത്തി. മകന്റെ അച്ഛൻ എന്ന സിനിമയിൽ വിനീതും ശ്രീനിവാസനും അച്ഛനും മകനുമായി തന്നെ അഭിനയിച്ചു. അച്ഛനെ പോലെ തന്നെ ധ്യാനും വിനീതും സംവിധായക കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. മലർവാടി ആർട്സ് ക്ലബ്, തട്ടത്തിൻ മറയത്ത്, ജേക്കബിന്റെ സ്വർഗരാജ്യം പോലുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങൾ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തു. ലവ് ആക്ഷൻ ഡ്രാമയാണ് ധ്യാൻ സംവിധാനം ചെയ്ത ചിത്രം. ശ്രീനിവാസൻ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു. ശുദ്ധമായ കീടനാശിനി ചേർക്കാത്ത പച്ചക്കറി കൃഷി ചെയ്തു. ഇക്കാര്യത്തിലും അച്ഛന്റെ വഴി ധ്യാൻ പിന്തുടർന്നു. അടുത്തിടെ തരിശായി കിടന്ന കണ്ടനാട്ടെ പാടങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് നെൽകൃഷി, പച്ചക്കറി കൃഷി എന്നിവയാണ് ചെയ്യാൻ തുടങ്ങിയത്. ആക്ഷേപഹാസ്യത്തിലൂടെ മലയാള സിനിമയുടെ തമ്പുരാനായ ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. താൻ ഒരിക്കലും ചാൻസ് ചോദിച്ച് നടന്നിട്ടില്ലെന്നും മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് സിനിമ തനിക്ക് പറ്റുന്ന പണിയല്ലെന്ന് കണ്ട് സിനിമാ ഭ്രമം മതിയാക്കി തിരികെ പോകുന്നതാണെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. PA ബക്കറിന്റെ സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തിയത്. എറണാകുളത്ത് ഒരു പടമുണ്ട്. അടുത്ത മാസം ശ്രീനിവാസൻ വരികയാണെങ്കിൽ ഏതെങ്കിലും റോൾ അഭിനയിക്കാം. ഞാൻ ചാൻസ് ചോദിച്ചതുമില്ല. ബക്കർജി ഒന്നും ഓഫർ ചെയ്തിട്ടുമില്ല. പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ചെറുപ്പകാലം മുതൽ അനുഭവിച്ചിരുന്നു. ചെന്നൈ ഫിലിം ചേംബറിൽ പഠിക്കുമ്പോൾ ഫ്രഞ്ച്, ഇറ്റാലിയൻ സിനിമകളാണ് കൂടുതൽ കണ്ടത്. അപ്പോഴാണ് സിനിമ നമ്മളെന്നും കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ലെന്ന് തോന്നി തുടങ്ങിയത്. സിനിമയേക്കാൾ ഇഷ്ടം നാടകത്തോടായിരുന്നു. 3 സിനിമകൾ കഴിഞ്ഞപ്പോൾ സിനിമ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നു. നാടകത്തിലായിരുന്നു പിന്നെ സജീവമായത്. അക്കാലത്ത് ആരുടെ സാമ്രാജ്യം എന്നൊരു ആക്ഷേപഹാസ്യ നാടകം എഴുതി. തൃക്കരിപ്പൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം റിഹേഴ്സൽ നടക്കുമ്പോഴായിരുന്നു മദ്രാസിൽ നിന്ന് സിനിമയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ടെലഗ്രാം വന്നത്. ആദ്യം പോകുന്നില്ലെന്ന് തീരുമാനിച്ചെങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സിനിമയിൽ അഭിനയിക്കുവാൻ വണ്ടി കയറി. തിരിച്ചു വരണമെന്ന് കരുതി തന്നെയാണ് പോയത്. പക്ഷെ അതുണ്ടായില്ല. ഞാൻ സിനിമയ്ക്ക് അകത്തായി. ഇങ്ങനെയാണ് സിനിമയിലേക്കുള്ള കടന്നുവരവിനെ പറ്റി ശ്രീനിവാസൻ പറഞ്ഞത്. ഒരു സിനിമാ നടനാകാൻ വേണ്ട ശാരീരിക സൗന്ദര്യം ഇല്ലാതിരുന്നിട്ടും ശ്രീനിവാസൻ എന്ന മഹാൻ നടനെ മലയാളികൾ നെഞ്ചിലേറ്റി. മലയാളമുള്ള കാലത്തോളം അത് തുടരുക തന്നെ ചെയ്യും.
ഒരു കാലത്ത് പുകവലിക്ക് അഡിക്റ്റായിരുന്നു നടൻ ശ്രീനിവാസൻ. കോളേജ് പഠനകാലത്ത് തുടങ്ങിയ പുകവലി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമാവുകയായിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുകവലി നിർത്തുവാൻ തീരുമാനിച്ചതെന്നാണ് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചത്. വലി പൂർണ്ണമായി നിർത്തുവാൻ തീരുമാനിച്ചിരുന്നതിന് മുൻപ് പലതവണ നിർത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ വലി വീണ്ടും തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം 40 സിഗരറ്റ് വരെ വലിച്ചിരുന്നു. അസുഖത്തിന്റെ ലക്ഷണമൊന്നുമില്ലെങ്കിലും ഒരു സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടറെ കണ്ടു. എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞു. പരിശോധനാ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ എന്റെ ശ്വാസകോശം കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ ബുദ്ധിമുട്ടി. ഈ രീതിയിൽ പുകവലിച്ച് നിങ്ങൾ 20 വർഷം മുന്നേ മരിക്കേണ്ടതായിരുന്നുവെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. സാധാരണ ആളുകളുടേതിനേക്കാൾ നിങ്ങളുടെ ആർട്ടറിക്ക് വ്യത്യാസം കൂടുതലാണ്. അതുകൊണ്ടാണ് ബ്ലോക്കുകൾ ഉണ്ടാവാത്തതെന്ന് ഡോക്ടർ വിശദീകരിച്ചു തന്നു. സാധാരണമല്ലാത്തതെന്നാൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. എല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടണമെന്നില്ല. സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടിയിരുന്ന സുഖം എന്താണെന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ആലോചിച്ചു. വലി നിർത്തിയാലും അത് ഓർമ്മിച്ചു വെക്കുവാനായി ഒരു സിഗരറ്റ് കത്തിച്ച് ആസ്വദിച്ച് വലിച്ചു. അത് തീർന്നതിന് പുറകെ അടുത്തത് കൊളുത്തി. പക്ഷേ മടുപ്പ് തോന്നി. പിന്നെ ഇതുവരെ വലിക്കണമെന്ന് തോന്നിയിട്ടില്ലെന്നും ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. തീരുമാനമുറച്ചതാണെന്നും സംശയം തോന്നിയാൽ നോക്കാൻ ശ്വാസകോശത്തിന്റെ ചിത്രം വീട്ടിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും ശ്രീനിവാസൻ തമാശ വാർത്തി തന്നെ പ്രതികരിച്ചു. നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മോഹൻലാൽ വന്നു. തന്റെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് ശ്രീനിവാസൻ. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടുകൾ, അതിൽ ഒരാൾ നമ്മളെ വിട്ടുപോകുന്നുവെന്നത് അതീവ ദുഃഖകരമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ശ്രീനിവാസനെ നഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അദ്ദേഹം സിനിമകളിലൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുവാൻ സാധ്യതയുള്ള അപൂർവം ചിലരിൽ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് വർഷത്തെ ഒരുമിച്ചുള്ള യാത്രയാണ് ഞങ്ങളുടേത്. സിനിമാ നടൻ എന്നതിൽ ഉപരിയുള്ള അടുപ്പവും കുടുംബ ബന്ധങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. മലയാളികൾക്ക് മുന്നിലേക്ക് നർമ്മത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞ കലാകാരനാണ് അദ്ദേഹം. സർക്കാസ്റ്റിക്കായാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. നല്ല സിനിമകൾ വേണ്ടിയുള്ള അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നത്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. അടുത്ത കാലത്ത് അദ്ദേഹം ആവൃത്തിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇവിടെ പോയിരുന്നു. പക്ഷേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നതിനാൽ കാണാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാവരും വളരെ സങ്കടത്തിലാണ്. അതിലേറെ ദുഃഖത്തിലാണ് താനെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. നടൻ എന്ന നിലയിൽ മാത്രമല്ല, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഡബിംഗ് ആർട്ടിസ്റ്റ് തുടങ്ങിയ സിനിമയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ. ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസൻ സഹപാഠിയായിരുന്നു തമിഴ് സൂപ്പർതാരം രജനീകാന്ത്. സിനിമാ രംഗത്ത് വരുന്നതിന് മുൻപ് തുടങ്ങിയ സൗഹൃദത്തെക്കുറിച്ചും ഒരിക്കൽ താൻ രജനീകാന്തിനെ കരയിച്ചതിനെക്കുറിച്ചും ശ്രീനിവാസൻ മുൻപ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. 2007 ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച ചിത്രമാണ് കഥ പറയുമ്പോൾ. ചിത്രം വൻ വിജയമായിരുന്നു. സിനിമ കണ്ട പ്രശസ്ത തമിഴ് സംവിധായകൻ പി വാസു അത് കാണാൻ രജനീകാന്തിനോട് പറഞ്ഞു. 2008 നൽകിയ ഒരു അഭിമുഖത്തിലാണ് സിനിമ കണ്ട ശേഷം രജനീകാന്ത് തന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞത്. ഞാനന്ന് മുംബൈയിലായിരുന്നു. തിയേറ്ററിലെത്തിയപ്പോഴേക്കും സിനിമ അവസാനിക്കാറായി. അധികം വൈകാതെ സിനിമ കണ്ട് പുറത്തിറക്കി ഇറങ്ങുന്ന രജനീകാന്തിനെ കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. വികാരാധീനനായ അദ്ദേഹം എന്നെ നോക്കി വരികയും ഏറെ നേരം കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നീ എന്നെ കരയിപ്പിച്ചു കളഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അശോക് കുമാർ എന്ന സൂപ്പർ താരത്തെക്കുറിച്ചും ബാലൻ എന്ന ബാർബറെക്കുറിച്ചുമായിരുന്നു സിനിമയുടെ കഥ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ശിവാജി റാവു എന്ന പഴയ സുഹൃത്ത് പിന്നീട് രജനീകാന്ത് എന്ന മഹാനടനായി മാറുമെന്ന് അന്ന് കരുതിയിരുന്നില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. മമ്മൂട്ടി അഭിനയിച്ച അശോക് കുമാർ എന്ന കഥാപാത്രത്തെ തമിഴ്, തെലുങ്ക് പതിപ്പുകൾ അവതരിപ്പിച്ചത് രജനീകാന്താണ്. പശുപതിയായിരുന്നു തമിഴിൽ ബാലന്റെ വേഷം ചെയ്തിരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.